ഈ തവണത്തെ ബർത്ത്ഡേക്ക് ഏടുമോന് റിമോട്ട് കാർ ആട്ടോ വേണമെന്ന് പറഞ്ഞേക്കുന്നത്. അവനങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചോദിച്ചില്ല. പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം സ്കൂളിൽ പോകുന്ന ദിവസമായതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രേഷനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ രാവിലെ അവൻ ഉറങ്ങും കേട്ടോ. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഈ കാറ് കൊണ്ടുപോയി ഒന്ന് കൊടുത്ത് അവനൊന്ന് സർപ്രൈസ് ചെയ്യിക്കണം. ഉറങ്ങാൻ കിടക്കുന്ന സമയം വരെ എന്നോട് ചോദിച്ചു, എൻ്റെ കാറ് വന്നോ മമ്മി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കാറ് വന്നിട്ടില്ലടാ, നാളെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവനെ ഉറക്കിയത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ കാറൊക്കെ കൊണ്ടുവന്ന് അവനെ എണീപ്പിക്കാൻ നോക്കുവാണ്. പുള്ളി നല്ല ഉറക്കത്തിലാട്ടോ. അങ്ങനെ കാർ കൊണ്ട് ഇടിച്ച് ലാസ്റ്റ് ഇതേ അവനിങ്ങനെ എണീറ്റു. കുഞ്ഞുങ്ങളെപ്പോഴും ഇങ്ങനെയല്ലേ, അവരാഗ്രഹിക്കുന്ന ആ ഒരു സംഭവം എന്താണോ അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിൽ പിന്നെ വലിയ വലിയ സമ്മാനങ്ങളൊന്നും നമ്മൾ ബർത്ത്ഡേക്ക് കൊടുത്തില്ല എന്ന് വെച്ചാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ ഹാപ്പി ആയിരിക്കും. ഇന്ന് ഞായറാഴ്ച രാവിലെ പള്ളിയിലെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഏടുമോൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വന്നേക്കുവാണ്. ഈ ഷോപ്പുള്ളത് നമ്മുടെ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിലെ കൊച്ചിൻ ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുതിയ ഷോപ്പാണ്. ഞങ്ങൾ ഒരു തവണ ഇവിടുന്ന് വാങ്ങിച്ചതാട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു. കേക്കാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളത്. എല്ലാ വെറൈറ്റി കേക്കുകളും ഉണ്ട്. നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസ്, അതുപോലെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഞങ്ങൾ ഇതിന് മുന്നേ വാങ്ങിച്ചത് കൊണ്ട് നല്ല ടേസ്റ്റ് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ രണ്ടാമത് ഇവിടെ വന്നത്. എല്ലാ വെറൈറ്റി കേക്കുകളും ഉണ്ട്. ഞങ്ങൾ വാങ്ങിച്ചത് സ്പാനിഷ് ഡിലൈറ്റാണ് ഈ തവണ. നല്ല കസ്റ്റമർ സർവീസ്, അതുപോലെ തന്നെ ഹോം ഡെലിവറിയൊക്കെ ഉള്ളതാണ് ഇവിടെ. ഇതാണ് ഈ ഷോപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്. പാർട്ടി കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഈ തവണ എല്ലാവരുടെ അഭിപ്രായം കണക്കിലെടുത്ത് ബിരിയാണി വീട്ടിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കുവാണ്. എല്ലാവർക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇഷ്ടം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതേ ഇവിടെ ബിരിയാണിയുടെ പണിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, തിരക്കായതുകൊണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ആയിട്ടാണ് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതങ്ങനെ ചിക്കനൊക്കെ റെഡിയായി, റൈസൊക്കെ വേവിച്ചു. ബിരിയാണി ദേ ഇവിടെ ദം ചെയ്യുന്ന പ്രക്രിയയിലാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. ഇവിടെ ദേ ബിരിയാണിയൊക്കെ ദം ചെയ്ത് തരുന്നുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ബർത്ത്ഡേയുടെ ക്യാപ്പിൻ്റെ ആ വള്ളി പൊട്ടിപ്പോയിട്ടോ. വെച്ച വഴി തന്നെ പൊട്ടിപ്പോയി. പിന്നെ ഇനി അത് പിടിപ്പിക്കാനൊന്നും നേരം കിട്ടിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങ് മാറ്റി വെച്ച്.
ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക്, വെറുതെ പറയുമല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നമ്മളിങ്ങനെ വായിലേക്ക് വെക്കുമ്പോൾ അലിഞ്ഞു പോകുന്നൊക്കെ പറയൂലേ, അതുപോലെ സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. കേക്കെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സിനിമ കാണാനുള്ള ഒരു മൂഡാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഏടൻ ഇങ്ങനെ ആരെയും സിനിമ വെക്കാനോ കാണാനോ ഒന്നും സമ്മതിക്കില്ല, അവൻ എപ്പോഴും കാർട്ടൂൺ കാണണം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ ചെറിയൊരു ഗെയിമൊക്കെ വെച്ച് കൊടുത്ത് അവനെ അങ്ങ് മാറ്റിയിരുത്തും. അല്ലാത്ത സമയത്ത് ഫോണൊന്നും കൊടുക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് സിനിമ കാണണം എന്നൊക്കെ നിർബന്ധമായിട്ട് വരുവാണെങ്കിൽ മാത്രം ചെറിയൊരു ഗെയിമൊക്കെ വെച്ച് കൊടുത്ത് അവനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ മാറ്റിയിരുത്തും. സിനിമയെല്ലാം കഴിഞ്ഞു. ദേ നമ്മുടെ ദം ബിരിയാണിയുടെ ദമ്മ് പൊട്ടിച്ചു. എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ആയി. അങ്ങനെ ദേ ഞങ്ങൾ പിള്ളേർക്ക് ആദ്യം ഫുഡ് കൊടുക്കുവാണ്. ബർത്ത്ഡേ ബോയ്ക്ക് ബിരിയാണി. എല്ലാരും വന്നിരുന്നോ? ബർത്ത്ഡേ ബോയ് എങ്ങനെയുണ്ട്? ബിരിയാണി എങ്ങനെയുണ്ട്? ഇന്ന് എല്ലാരും ഇരുന്നോ? ഡിയോണെ കുഞ്ഞെന്തിയെ? കുഞ്ഞിനെ വിളിച്ചേ. സൂപ്പർ എന്നാ പറ. വേഗം കഴിച്ചോ. ബാ ഇരുന്നോ. ഡിയോൺ ഇരുന്നോ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ദേ പതുക്കെ പോവാണ്. അങ്ങനെ വലിയ ആഘോഷമൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ നിന്നും ഇവിടെ നിന്നും അങ്ങനെ നമ്മൾ ജസ്റ്റ് കുറച്ച് പേരേ ഉള്ളൂ, ഒരു 10, 14, 15 പേര് അത്രേ ഉള്ളൂ. അങ്ങനെ ദേ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലാവരും പോയി. ഞങ്ങൾ രണ്ടുപേരും ബാക്കിയായി. പുറത്ത് ഒന്ന് തണുക്കാൻ വേണ്ടി കുറച്ച് ഐസ്ക്രീം കട്ട്ലൈറ്റും ഐസ്ക്രീം ഇച്ചിരി ബാക്കി വന്നു. ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് മടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കാരണം എല്ലാവരും എൻജോയ് ചെയ്തു. എല്ലാവരും വീട്ടിലേക്ക് പോയി. 10:30 ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഉറങ്ങാൻ പോകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ബൈ ബൈ.